അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോടൊപ്പം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 4-ാം ദിനത്തിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച ദൈവം തിരുവൾത്താരയിൽ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ചേർത്ത് വെച്ച കുടുംബങ്ങളെ സമർപ്പിച്ച് കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന അതിമനോഹരമായ അഭിഷേക വചനം ലൂക്കാ സുവിശേഷം 19:9 യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്നിലൂടെയാണ് നിന്റെ ഭവനം രക്ഷ പ്രാപിക്കുന്നത്. സഖ്യവൂസ് എന്നൊരൊറ്റ മനുഷ്യൻ അവൻ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ അവനിലൂടെ അവൻ്റെ കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചിരുന്ന ഒരു പാഠമുണ്ട്. അമ്മ സന്ദർശിച്ച ഭവനങ്ങൾ, അമ്മ സന്ദർശിച്ച ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകർന്നു നൽകി. ദൈവ കൃപയിലേക്ക് അമ്മ ആ കുടുംബങ്ങളെ ചേർത്ത് വെച്ചു. ഇതാ നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിലേക്ക് അമ്മ വഴിയായിട്ട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തേക്കണം, അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കൃപകളും വാങ്ങിത്തരും. അതാണ് അമ്മയുടെ പ്രത്യേകത. അമ്മ കടന്നു വരുമ്പോൾ ഇതാ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് അറിവുണ്ട്. എവിടെയാണ് കുറവുകൾ അമ്മ അത് കാണും. അമ്മ കാണുക മാത്രമല്ല, ആ കുറവുകളെ നിറവുകളാക്കുവാൻ സാധിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് അവയെ ചേർത്ത് വയ്ക്കും. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇതാ കർത്താവ് നൽകുന്ന വലിയൊരു അഭിഷേക വചനം കൂടെ. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, അവിടുത്തെ അനുഗ്രഹങ്ങൾ അടിയൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. നോക്കിയേ, തമ്പുരാൻ്റെ കൃപയിൽ നിന്ന് നമ്മുടെ കുടുംബം മാറിപ്പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥതയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മ വഴി നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. കുടുംബ ബന്ധങ്ങളെ ദിനങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഓരോ മേഖലകളെയും ഏറ്റെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഇതാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ദിവികാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. തിരുവൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പെട്ട ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. ഹോളിഫയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് മുതൽ ഞങ്ങൾ കാണുന്നു കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ദൈവം പർദീസായുടെ സൗഭാഗ്യങ്ങൾ ഒരുക്കി കുടുംബത്തെ സ്നേഹിക്കുവാൻ ആ കുടുംബത്തോട് ആദത്തോട് ഹവ്വായോടൊപ്പം വസിക്കുന്ന കടന്നു വരുന്ന ദൈവം. പുതിയ നിയമത്തിൽ ഇതാ തിരുക്കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ് ആരംഭിക്കുന്ന മത്തായിയുടെ വിശുദ്ധ ഗ്രന്ഥം. ഈശോ അങ്ങയുടെ ആദ്യത്തെ അത്ഭുതം നടന്നതുപോലും കാനായിലൊരു ഭവനത്തിൽ ഈശോ ഈ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന പൊന്നു തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, വീട്ടിലായിരിക്കുന്നവർ, രോഗങ്ങളാൽ വേദനിക്കുന്നവർ, വിദൂരങ്ങളിൽ ജോലിക്ക് പഠനത്തിനായിരിക്കുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ,
കാനായിലെ ഭവനത്തിൽ എന്നതുപോലെ അമ്മയുടെ മാധ്യസ്ഥ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഈശോയുടെ പക്കൽ നിന്ന് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് വാങ്ങിത്തരണമേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം ഏറ്റവും ഭക്തിയോടെ, ശ്രദ്ധയോടെ ഇതാ ഈ തിരുവൽത്താരയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദിവികാരുണ്യ ഈശോ നമ്മുടെ കുടുംബങ്ങളെല്ലാം ചേർത്ത് പിടിക്കും, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. തീർച്ചയാണ്. പ്രത്യേകിച്ച് ഇതാ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ കുടുംബത്തെ ദൈവകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് ദൈവമേ നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ എല്ലാ ജീവിത മേഖലകളെയും, വരുമാന മാർഗങ്ങളെ, കടബാധ്യതകളിൽ സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണമേ. തൊഴിലില്ലായ്മ എടുത്തു മാറ്റണമേ. കുടുംബത്തിൻ്റെ സമസ്ത മേഖലയിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഭക്തിയോടെ, ആരാധന ഗീതത്തോട് ചേർന്ന് ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.